ലോകം മുഴുവനും കാത്തിരിക്കുന്നൊരു മാസമാണ് ഡിസംബർ മാസം. എന്തെന്നില്ലാത്തൊരു ആനന്ദവും സന്തോഷവും സമാധാനവും വന്നു നിറയുന്നൊരു മാസമാണ്. എന്നാൽ ആ ദിനത്തിനോടടുക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഒരു ഒരുക്കത്തിൻ്റെ തിരക്കിലായിരിക്കും ദൈവപുത്രനെ നമ്മൾ വരവേൽക്കുവാനായിട്ട്. എന്നാൽ ദൈവപുത്രൻ ആരുമനാഥനായ ഉണ്ണീശു നമ്മുടെ ഉള്ളിൽ പിറന്നു കഴിഞ്ഞിരിക്കുന്നു പ്രിയരെ. എന്നാലും നമ്മളൊരു സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി പുൽക്കൂടുകൾ ഒരുക്കുന്നു. പണ്ടെന്ന് മാത്രമല്ല, എപ്പോഴും എനിക്ക് ആളൊഴിഞ്ഞ പള്ളികളിൽ പോയിരിക്കുവാൻ വലിയ ഇഷ്ടമാണ്. കർത്താവിനെ നോക്കിയിരിക്കുവാൻ അതിലേറെ എനിക്ക് ആനന്ദമാണ്. ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ തിരുകുടുംബത്തിൻ്റെ ശ്രേഷ്ഠത എത്ര പറഞ്ഞാലും എത്ര വിവരിച്ചാലും മതിയാവുകയില്ല. ഈ ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കുടുംബം ഏതെന്ന് ചോദിച്ചാൽ തിരുകുടുംബമാണെന്ന് ഞാൻ ഉറപ്പായിട്ടും പറയും. അതേപോലെ ഈ ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ലവ് സോങ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കുരിശിൻ്റെ വഴിയെന്ന്. ഇത് രണ്ടും നമ്മളെടുത്ത് നോക്കുമ്പോൾ നമുക്ക് കണ്ണുനീരിൻ്റെ ഒരു വലിയ ഒഴുക്ക് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ സഹനമാണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നത്. അവർ സഹിച്ച സഹനങ്ങൾ മുഴുവനും ഈ ലോകത്തിൻ്റെ രക്ഷയും അനുഗ്രഹത്തിനും സന്തോഷത്തിനും വേണ്ടിയായിരുന്നു എന്ന് നമ്മൾ മറക്കരുത്. ബൈബിളിലെ ഓരോ കഥാപാത്രത്തെയും വരച്ച് കാണിക്കുമ്പോൾ അത് നമ്മൾ മാതൃകയാക്കാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ ഓർക്കണം പ്രിയരെ. അത് നമ്മൾ വെറുതെ വായിച്ചു പോകേണ്ട ഒരു കാര്യമല്ല. ഓരോ വ്യക്തികളും അനുഭവിച്ച പാഠങ്ങളും ദുരിതങ്ങളും കഷ്ടങ്ങളും സഹനങ്ങളും എല്ലാം നമുക്ക് വേണ്ടിയായിരുന്നു. മാതാവിനെ എടുത്തു നോക്കുമ്പോൾ സഹനത്തിൽ നിറഞ്ഞ അമ്മ കാര്യപ്രാപ്തിയോടുകൂടി സകലതും ചെയ്തു പോന്നു. ഔസ്യപിതാവാണെങ്കിൽ ഒരു അപ്പൻ്റെയും ഭർത്താവിൻ്റെയും സഹോദരൻ്റെയും മകൻ്റെയും ഒരു വാത്സല്യം നിറഞ്ഞൊരപ്പനായി നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നു. അവരൊരിക്കലും അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് ദൈവപുത്രനോട് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. അവരെല്ലാം ദൈവഹിതത്തിന് വേണ്ടി വിട്ടുകൊടുത്തിരുന്നവരാണ്. അതേ പ്രിയരെ, നമ്മുടെ താഴ്ചയിലും ഉയർച്ചയിലും നമുക്ക് 101% തൃപ്തിയോടെ ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? അതാണ് സ്വർഗരാജ്യം, അതാണ് ദൈവരാജ്യം. സ്വർഗതുല്യമായി ജീവിക്കണമെങ്കിൽ ഒന്നിനും നമ്മൾ പിറുപിറുക്കാതെ ആഹ്ലാദപ്പെടാതെയും ജീവിക്കുന്നൊരു ജീവിതമാണ്. അത് നമ്മൾ ലേഖനങ്ങളിലേക്ക് കയറുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവ് ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ആ ജീവിതം ജീവിക്കുവാൻ സാധിക്കൂ. ഇവരെല്ലാം സഹിച്ച സഹനങ്ങളെ ഓർത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തിക്കൊണ്ട് ഒരു കലർപ്പും കയ്പുമില്ലാതെ ലോകത്ത് യേശു നമ്മളെ കാണിച്ചു തന്ന ആ സ്നേഹം നമുക്കും മറ്റുള്ളവരിലേക്ക് പകർത്താം. നമുക്ക് ആ സൗരഭ്യവാസനയായി നമുക്ക് തീരാം. നിങ്ങൾക്കെല്ലാവർക്കും നല്ല ദിനങ്ങൾ ഞാൻ നേർന്നുകൊണ്ട് നിർത്തുന്നു. സ്റ്റേ ബ്ലെസ്ഡ്.